ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു സാദിസ് വൈഷ്റൂൻ 26ാമത്തെ പാഠം. ഇന്നക ലഅലാ ഖുൽഖിൻ അലീം. നബിയെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തിലൊക്കെയാണ് ബർക്കത്തുള്ളത്, അതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പിറകിൽ നിന്നൊരാൾ എൻ്റെ തോളിൽ കൈവച്ച് ഞാൻ തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അത്. ചിരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അനസ് മോനെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസിനെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അവിടുന്ന് ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനസ്സിലാക്കി വെക്കുക, മാച്ച് ചെയ്യാനൊക്കെ വരാം. ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നോട് ഛേ എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിന് ചെയ്തു എന്നോ എന്തിനങ്ങനെ ചെയ്തു എന്നോ ചോദിച്ചിട്ടില്ല. അതായത് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 10 വർഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം വരാറുണ്ട് അധിക എക്സാമിനും. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്ത ആര്? അനസ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പോലും എന്നോട് ഛേ എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിന് ചെയ്ത് എന്നോ എന്തിനങ്ങനെ ചെയ്തു എന്നോ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരിക്കൽ പോലും എന്തിനാ ചെയ്തത്, എനിക്ക് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ എന്നൊന്നും എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അനസ് റളിയല്ലാഹു അൻഹുവിനെ എവിടെയോ പറഞ്ഞയച്ചതായിരുന്നു. അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ് അനസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയില്ലേ എന്ന്. അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ പോവുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് പറയുന്നത്. ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു. ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന് ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന് ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കുക. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ധീരരായിരുന്നു. ഒരിക്കൽ ഘോര ശബ്ദം കേട്ട് മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിൻ്റെ ആക്രമണമാകുമോ എന്ന് വിചാരിച്ചു. ആക്രമണമായേക്കുമോ എന്ന് വിചാരിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അന്വേഷിച്ചു തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. ഒരു ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടും ഭയമൊന്നും കൂടാതെ അത് പോയി നോക്കി തിരിച്ചു വന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അവരോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധീരരും വലിയ ധർമ്മിഷ്ഠരുമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവ ഗുണമാണ്. മനസ്സിലാക്കുക. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ഇനി ശരീരപ്രകൃതിയാണ് പറയുന്നത്, മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല, ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കാറില്ല, തമാശയായിട്ട് പോലും കളവ് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മഹത്വമുള്ള ആളാണ്. അപ്പോൾ അത് ശരീരപ്രകൃതിയാണ് പറഞ്ഞത്, മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. എന്തിലൊക്കെയാണ്? ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീര് പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടു. യുദ്ധത്തിൽ അമ്പ് തറച്ചു പറിഞ്ഞു തൂങ്ങിയ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് അവിടുന്ന് ഉമിനീര് ചേർത്ത് തടവിയപ്പോൾ പൂർവസ്ഥിതിയിലായി. അവിടുത്തെ തിരുകേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സഹാബികൾക്ക് ശിഫാ ലഭിച്ചു. തിരുകേശം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അത് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കുടിച്ച് സ്വഹാബികൾ ഷിഫാ തേടിയിരുന്നു. അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ആ വെള്ളം ഉപയോഗിക്കുമായിരുന്നു. അതാണ് ഷിഫാ ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം അത് മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ഉമിനീരിലൊക്കെ ബർക്കത്തുണ്ട്. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലസ്തു കഅഹദിൻ മിൻകും, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ആദ്യമായി അല്ലാഹു തആല പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. ആദ്യമായി അല്ലാഹു തആല പടച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഖാത്തമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഖാത്തമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. മനസ്സിലാക്കുക. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കട്ടെ. ആമീൻ. ലസ്തു കഅഹദിൻ മിൻകും, വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരും. അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എഴുതാന്ന് പറയും. ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ വന്ന മീനിങ്സ് ഒക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നുബയ്യിൻ സിയാക്ക്, സന്ദർഭം വിശദീകരിക്കാനാണ്. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഈ സന്ദർഭം വിവരിക്കാനാണ്. എന്തായത് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചതാണ്. എപ്പോഴാണ് ഇത് സന്ദർഭം? ഈ ഫസ്റ്റ് വായിച്ച പാരഗ്രാഫ്, അങ്ങാടിയിൽ കുട്ടികളുടെ കളി നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പിറകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ തോളിൽ കൈവച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ എന്ന്. മനസ്സിലായില്ല? അനസ് റളിയല്ലാഹു അൻഹു എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ടോ പറഞ്ഞയച്ചതാണ്. അപ്പോൾ ആ സന്ദർഭം അവിടേക്ക് മനസ്സിലാക്കി എഴുതാം. അടുത്തത് പേടിക്കാനൊന്നുമില്ല. ഇതെന്തായിരുന്നു സന്ദർഭം? ഇവിടുന്ന് എഴുതാം. ഒരിക്കൽ ഘോര ശബ്ദം കേട്ട് മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിൻ്റെ ആക്രമണമായേക്കുമെന്ന് വിചാരിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അന്വേഷിച്ചു തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്കാരോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. അപ്പം അത് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് അത് എഴുതുക. അടുത്ത എന്താണ്? ഗണ്ണിക എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ് എന്നതിനെ കുറിച്ച് ഒരു ഗണ്ണിക എഴുതണം. എന്തെഴുതി കൊടുക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ്? ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ഇത്രയും എഴുതി അത് മനസ്സിലാക്കുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത്. എന്തിലൊക്കെയാണ് ബർക്കത്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീര് പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടു. യുദ്ധത്തിൽ അമ്പ് തറച്ചു പറഞ്ഞു തൂങ്ങിയ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് അവിടുന്ന് ഉമിനീര് ചേർത്ത് തടവിയപ്പോൾ പൂർവ്വസ്ഥിതിയിലായി. അവിടുത്തെ തിരുകേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സഹാബികൾക്ക് ഷിഫാ ലഭിച്ചു. അപ്പോൾ അതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത്. അപ്പോൾ അത് മനസ്സിലാക്കിയതാണ്. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രത്യേകതകൾ എഴുതാനാണ്. അപ്പോൾ നമ്മൾ പാഠം വായിക്കുമ്പോൾ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല, ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല, തമാശയായിട്ട് പോലും കളവ് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മഹത്വമുള്ള ആളായിരുന്നു. അപ്പോൾ അതുവരെ അവിടേക്ക് എഴുതാം. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമകൾ എന്തൊക്കെ എഴുതാം? അവിടുന്ന് ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ആദ്യം അത് എഴുതാം. അവിടുന്ന് ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു, ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതാം. പിന്നെ അതുപോലെ അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. അതുകൂടി അതിലേക്ക് ചേർക്കുക. അടുത്ത നസിലി യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ പട്ടിനേക്കാൾ മിനുസമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അപ്പോൾ ഇത്
നമ്മൾ പാഠഭാഗം ഒന്ന് കട്ട് ചെയ്തതിൽ ഈ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നെസ്സിൽ അതുപോലെ വന്നതാണ്, പഴയ മദ്രസയിലുള്ള ബുക്കിൽ അതുപോലെ വന്നത് നിങ്ങൾക്ക് അതേപോലെ തന്നതാണ്. പാഠഭാഗത്തു നിന്ന് ആ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് അടയാളപ്പെടുത്താൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് എന്താണ്? അത് ശമനൌഷധമാണ്, ശമനൌഷധം. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയരം ഒത്ത ഉയരം. അപ്പോൾ അതിൻ്റെ എ എഴുതി കൊടുക്കാം, മനസ്സിലാക്കുക. തഹസീസിനി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾക്ക് പാഠത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കാം. പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളും ശരീരപ്രകൃതിയൊക്കെ പറയുന്നതൊക്കെ ചേർത്ത് ഇവിടെ പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ പറയുന്നുണ്ട്, പ്രസംഗമാണ്. അപ്പോൾ നമുക്ക് പ്രസംഗത്തിൻ്റെ തുടക്കം പറയുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്തവരാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അവിടുന്ന് ഒരിക്കൽ പോലും എന്നോട് ചേ എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിച്ചും ചെരുപ്പും തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല. ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല, തമാശയായിട്ട് പോലും കളവ് പറയില്ല, വലിയ മഹത്വമുള്ള ആളാണ്. അപ്പം അത്രയും എഴുതിയിട്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് അല്ലാഹു തആല ആദ്യമായി പടച്ചത്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഹാത്തമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് ആ പ്രസംഗം അവസാനിപ്പിക്കാം. അടുത്ത എന്താണ്? നഖ്റഉ വ നക്തുബുൽ മഅന, വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇവിടെയൊക്കെ എഴുതാനാണ്. അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്മലുൻ നാസി, എന്താ എഴുതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഭംഗിയുള്ളവരാണ്. അജ്മലുൻ നാസി, ഏറ്റവും ഭംഗിയുള്ളവരാണ്. അടുത്തതാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഹൽക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉത്തമ സൃഷ്ടിയാണ്, ഉത്തമ സൃഷ്ടിയാണ്. അടുത്തതാ അന്നബിയു അജ്വദുൻ നാസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്ജഉൻ നാസി, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ ധീരതയുള്ളവരായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ 26ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത് നിങ്ങളെ ഉലൂമുദ്ദീനിലെ അവസാനത്തെ പാഠഭാഗമാണ്. നമുക്കിതോടെ ഇന്നത്തെ വോയിസും ഇവിടെ അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.